ഗുഡ് മോർണിംഗ്. ഫണ്ടമെൻ്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബികോം ഫിനാൻസിൻ്റെ 5th സെമസ്റ്ററിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പറാണ്. ഫിനാൻസുകാർക്ക് മാത്രമായിട്ട് വരുന്ന പേപ്പറാണ് ഫണ്ടമെൻ്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു പേപ്പർ. ഈ ഒരു പേപ്പറിനകത്ത് കൂടുതലായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ്, അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പേപ്പറിനകത്ത് കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്യുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ്, അതേപോലെ തന്നെ സെക്യൂരിറ്റികളെ കുറിച്ച്, സെക്യൂരിറ്റി അനാലിസിസിനെ കുറിച്ച്, അതേപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രൊട്ടക്ഷനെ കുറിച്ച് തുടങ്ങിയിട്ടുള്ള ഒരു 5ഓളം മൊഡ്യൂൾസ് വരുന്ന ഒരു പേപ്പറാണ് ഫണ്ടമെൻ്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് വരുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കാം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മീനിങ് ആണ്. ഓക്കെ, സിംപ്ലി ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ദ എംപ്ലോയ്മെൻറ്റ് ഓഫ് ഫണ്ട് വിത്ത് ദ എയിം ഓഫ് ഗെറ്റിംഗ് റിട്ടേൺ ഓൺ ഇറ്റ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എംപ്ലോയ്മെൻറ്റ് ഓഫ് ഫണ്ട്, നമ്മുടെ കയ്യിലുള്ള ഒരു ഫണ്ടിനെ അത് എംപ്ലോയ് ചെയ്യുക അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുകയാണ് വിത്ത് ദ എയിം ഓഫ് ഗെറ്റിംഗ് റിട്ടേൺ ഓൺ ഇറ്റ്. നമ്മൾ അത് എന്ത് ഉദ്ദേശത്തിലാണ് അത് എംപ്ലോയ് ചെയ്യുന്നത്, നമുക്കതിൽ നിന്ന് റിട്ടേൺ കിട്ടും എന്നുള്ള ആ ഒരു എയിം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ കയ്യിലുള്ള ഫണ്ടിനെ എംപ്ലോയ് ചെയ്യുന്നത് അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുന്നത്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഫണ്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയാണ്, നമുക്ക് റിട്ടേൺ കിട്ടും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്ന ഫണ്ടുകളൊക്കെ അല്ലെങ്കിൽ അങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നതിനൊക്കെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വിളിക്കാം. ഇൻ ജനറൽ ടേംസ് ഇൻവെസ്റ്റ്മെൻറ്റ് മീൻസ് ദ യൂസ് ഓഫ് മണി ഇൻ ദി ഹോപ്പ് ഓഫ് മേക്കിംഗ് മോർ മണി. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, ജനറൽ ടേംസിൽ പറയുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് യൂസ് ഓഫ് മണി ഇൻ ദി ഹോപ്പ് ഓഫ് മേക്കിംഗ് മോർ മണി. നമ്മുടെ കയ്യിലുള്ള പണം ഉപയോഗിക്കുകയാണ്. അത് എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ മേക്കിംഗ് മോർ മണി, കൂടുതൽ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ നിലവിലുള്ള പണത്തെ ഉപയോഗപ്പെടുത്തുന്നതിന് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു കൺസെപ്റ്റ് തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു കാര്യത്തിൽ നിന്ന് മനസ്സിലായി. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള എന്തോ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഉപയോഗപ്പെടുത്തുകയാണ്. അങ്ങനെ ഉപയോഗപ്പെടുത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഫ്യൂച്ചറിൽ നമുക്കതിൽ നിന്ന് റിട്ടേൺ കിട്ടണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്. ഒന്നുകിൽ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഫണ്ടിനെ ഉപയോഗപ്പെടുത്തി അതിൽ നിന്ന് ഫ്യൂച്ചറിൽ റിട്ടേൺ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യുക, കൂടുതൽ പണം ഉണ്ടാക്കുന്നതിനൊക്കെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് വിളിക്കാം. ഓക്കെ, നെക്സ്റ്റ് മീനിങ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. മീനിങ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് 2 ഔട്ട്ലുക്കിൽ നമ്മൾ സാധാരണ പറയാറുണ്ട്. ഒന്ന് എക്കണോമിക് ഔട്ട്ലുക്കിലും അതേപോലെ തന്നെ ഫിനാൻസ് ഔട്ട്ലുക്കിലും. ഇങ്ങനെ 2 പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് അതിൻ്റെ മീനിങ് ആയിട്ട് കൊടുക്കാം. ഇങ്ങനെ എക്കണോമിക് ഔട്ട്ലുക്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മീനിങ് കൊടുക്കുന്നത് പർച്ചേസ് ഓഫ് ഗുഡ്സ് ദാറ്റ് ആർ നോട്ട് കൺസ്യൂംഡ് ടുഡേ ബട്ട് ആർ യൂസ്ഡ് ഇൻ ദി ഫ്യൂച്ചർ ടു ജനറേറ്റ് വെൽത്ത്. നമ്മൾ ഒരു ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ഗുഡ്സും ആവാം. അയൺ ആവാം, അതേപോലെ ഗോൾഡ് ആവാം, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഷുഗർ ആവാം, അല്ലെങ്കിൽ റൈസ് ആവാം, ഏത് തരത്തിലുള്ള ഗുഡ്സും ആവാം. ആ ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ആർ നോട്ട് കൺസ്യൂംഡ് ടുഡേ, നമ്മളത് എന്ത് ചെയ്യില്ല, ഇന്ന് നമ്മളത് ഉപയോഗിക്കുന്നില്ല. കൺസ്യൂം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല. പകരം ബട്ട് ആർ യൂസ്ഡ് ഇൻ ദി ഫ്യൂച്ചർ ടു ജനറേറ്റ് വെൽത്ത്. ഫ്യൂച്ചറിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഉപയോഗപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയിട്ട്, ടു ജനറേറ്റ് വെൽത്ത്, നമ്മുടെ സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സമ്പാദ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഗുഡ്സിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഇന്ന് പോയിട്ട് കുറച്ച് സാധനങ്ങൾ ഗുഡ്സ് വാങ്ങി വെക്കുകയാണ്. അങ്ങനെ വാങ്ങി വെച്ചിട്ട് നമ്മൾ അത് എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നില്ല. പകരം എന്ത് ചെയ്യും, അത് നമ്മൾ ഫ്യൂച്ചറിൽ മീൻസ് നാളെ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത നിമിഷത്തിന് നമുക്ക് ഫ്യൂച്ചർ എന്ന് വിളിക്കാം. ആ ഒരു ഫ്യൂച്ചറിൽ നമ്മൾ എന്ത് ചെയ്യും, അത് മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്തിട്ട് അതിൽ നിന്ന് വെൽത്ത് ഉണ്ടാക്കാം എന്നുള്ളത്. ആ ഒരു രീതിയാണ് എക്കണോമിക് ഔട്ട്ലുക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. ഒരു കടക്കാരന് പോയിട്ട് എന്ത് ചെയ്യാണ്, ഒരു കടക്കാരൻ അദ്ദേഹം മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ, ഗുഡ്സ്, പച്ചക്കറികളാവും, വെജിറ്റബിൾസ് ആവും, അല്ലെങ്കിൽ പലചരക്കാവും, അല്ലെങ്കിൽ മറ്റെന്താവാം, ആ സാധനങ്ങൾ വാങ്ങിയിട്ട് അയാൾ എന്ത് ചെയ്യുക, അയാൾ വാങ്ങിക്കുന്ന സമയത്ത് പർച്ചേസ് ചെയ്തിട്ട് അയാളുടെ ഷോപ്പിലേക്ക് അയാൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവിടെ അയാൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് അയാളുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ടല്ല അയാൾ പർച്ചേസ് ചെയ്യുന്നത്. പകരം എന്താണ്, ഫ്യൂച്ചറിൽ അയാൾ എന്ത് ചെയ്യും, അതിൽ നിന്ന് വെൽത്ത് ഉണ്ടാക്കാൻ വേണ്ടി ഫ്യൂച്ചറിൽ അയാൾ അത് മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യും. സ്വാഭാവികമായിട്ടും അയാൾക്ക് അതിൽ നിന്ന് റിട്ടേൺ ഉണ്ടായിരിക്കും. ഓക്കെ, അതിനെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വിളിക്കാം. ഇനി ഫിനാൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ആൻ ഫിനാൻഷ്യൽ അസറ്റ് bought with the idea that the asset will provide income further or will later be sold at a higher cost price for a profit. അതായത് ഫിനാൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ഫിനാൻഷ്യൽ അസറ്റാണ് അവിടെ പർച്ചേസ് ചെയ്യുക. ഫിനാൻഷ്യൽ അസറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബോണ്ട് ആവാം,
അല്ലെങ്കിൽ ഷെയർ ആവാം, ഡിബഞ്ചർ ആവാം, തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഫിനാൻഷ്യൽ അസറ്റുകളുണ്ട്. ഈ ഫിനാൻഷ്യൽ അസറ്റുകൾ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണ്. ഫിനാൻഷ്യൽ അസറ്റുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഷെയർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഡിവിഡൻഡ് കിട്ടും. ഡിബഞ്ചർ ഓർ ബോണ്ടൊക്കെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അങ്ങനെ ആ ഇൻട്രസ്റ്റ് കിട്ടുന്ന അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ആണ്. അതേപോലെ തന്നെ ഈ ഷെയറും ഡിബഞ്ചറും ബോണ്ടൊക്കെ നമുക്ക് കൈമാറ്റം ചെയ്യാം. അങ്ങനെ കൈമാറ്റം ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു ക്യാപിറ്റൽ അപ്രീസിയേഷൻ, നമ്മൾ വാങ്ങിയ വിലയും വിറ്റ വിലയും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടാവും. അതിനാണ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ന് പറയും. അപ്പോൾ ഈ ക്യാപിറ്റൽ അപ്രീസിയേഷനും അതേപോലെ തന്നെ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഡിവിഡൻഡ് ഓർ ഇൻട്രസ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ അതിൽ നിന്ന് റിട്ടേൺ ആണ്. അപ്പോൾ ഇങ്ങനെ ഇത് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളൊരു ഫിനാൻഷ്യൽ അസറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനും ഫിനാൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് അതിനെയും ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ എക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഗുഡ്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആ ഗുഡ്സ് നമ്മൾ ഫ്യൂച്ചറിൽ മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്ത് അതിൽ നിന്ന് വെൽത്ത് ഉണ്ടാക്കിയെടുക്കും. അതിന് എക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വിളിക്കാം. അതേപോലെ തന്നെ ഫിനാൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വിളിക്കുന്നത് നമ്മളൊരു ഫിനാൻഷ്യൽ അസറ്റിൽ കൊണ്ടുപോയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കയ്യിലുള്ള ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് വെൽത്ത് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അതിനെയാണ് ഫിനാൻഷ്യൽ പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ ഫിനാൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് നോക്കാനുള്ളത് ഡെഫിനിഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതിൽ 2 ഡെഫിനിഷൻ നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ഥിരമായിട്ട് എല്ലായിടത്തും കാണാവുന്ന ഒരു ഡെഫിനിഷനാണ് ഷാർപ്പിൻ്റെ, വില്യം ഇ ഷാർപ്പിൻ്റെ ഡെഫിനിഷനാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് സാക്രിഫൈസ് ഓഫ് സെർട്ടൈൻ പ്രസൻറ്റ് വാല്യൂ ഫോർ സം അൺസെർട്ടൈൻ ഫ്യൂച്ചർ വാല്യൂ. വില്യം ഇ ഷാർപ്പ് പറഞ്ഞിട്ടുള്ളത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ സാക്രിഫൈസ് ഓഫ് സെർട്ടൈൻ പ്രസൻറ്റ് വാല്യൂ. നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇന്ന് സാക്രിഫൈസ് ചെയ്യുകയാണ്, അവിടെ ത്യജിക്കുന്നുണ്ട് സെർട്ടൈൻ പ്രസൻറ്റ് വാല്യൂ. നമ്മുടെ കയ്യിലുള്ള ഒരു പ്രസൻറ്റ് വാല്യൂവിനെ നമ്മൾ ത്യജിക്കുന്നുണ്ട് ഫോർ സം അൺസെർട്ടൈൻ ഫ്യൂച്ചർ വാല്യൂ. അൺസെർട്ടൈൻ ആയിട്ടുള്ള ഫ്യൂച്ചർ വാല്യൂവിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കയ്യിൽ ഇന്നുള്ള ഒരു പ്രസൻറ്റ് വാല്യൂവിനെ നമ്മൾ ത്യജിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 10,000 രൂപ ഷെയറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണ്. 10,000 രൂപ ഷെയറിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കയ്യിലുള്ള 10,000 രൂപ അവിടെ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ത്യജിക്കുന്നുണ്ട് ഫോർ അൺസെർട്ടൈൻ ഫ്യൂച്ചർ വാല്യൂ. നമ്മൾ അവിടെ 10,000 രൂപ ഷെയറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്ത് നമുക്ക് അറിയില്ല ഫ്യൂച്ചറിൽ അതിൽ നിന്ന് റിട്ടേൺ കിട്ടുമോ, അല്ലെങ്കിൽ നമ്മുടെ 10,000 രൂപ നമ്മൾ ഇട്ടിട്ടുള്ള 10,000 പ്രിൻസിപ്പൽ എമൗണ്ട് തിരിച്ചു കിട്ടുമോ എന്നൊന്നും നമുക്ക് ഒരു ഉറപ്പുമില്ല. നമ്മൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ഇൻക്ലൂഡഡ് ആണ്, റിസ്ക് ഇൻക്ലൂഡഡ് ആണ്. സോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു എമൗണ്ട്, പ്രിൻസിപ്പൽ എമൗണ്ടും അതേപോലെ തന്നെ അതിൽ നിന്ന് അഡീഷണൽ ആയിട്ടുള്ള റിട്ടേൺ കിട്ടുമോ എന്നുള്ളതും നമുക്ക് എന്തല്ല, സെർട്ടൈൻ അല്ല. സോ നമുക്ക് അവിടെ അൺസെർട്ടൈൻ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ വാല്യൂ, ആ ഒരു അൺസെർട്ടൈൻ ആയിട്ടുള്ള ഫ്യൂച്ചർ വാല്യൂക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഇന്നത്തെ പ്രസൻറ്റ് വാല്യൂ, അതായത് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന 10,000 രൂപ നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് വില്യം ഇ ഷാർപ്പിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ സാക്രിഫൈസ് ഓഫ് സെർട്ടൈൻ പ്രസൻറ്റ് വാല്യൂ ഫോർ സം അൺസെർട്ടൈൻ ഫ്യൂച്ചർ വാല്യൂ. ഇന്നത്തെ ഒരു പ്രസൻറ്റ് വാല്യൂവിനെ നമ്മൾ സാക്രിഫൈസ് ചെയ്യാണ് ഫോർ സം അൺസെർട്ടൈൻ ഫ്യൂച്ചർ വാല്യൂ. ഫ്യൂച്ചറിൽ നമുക്ക് കുറച്ചൊക്കെ ഒരു അൺസെർട്ടൈൻ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ വാല്യൂ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എന്ത് ചെയ്യുകയാണ്, ഇന്ന് സാക്രിഫൈസ് ചെയ്യുന്നതിനാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അക്കോർഡിംഗ് ടു എഫ് ആംബ്ലിംഗ് പറയുന്നത് പർച്ചേസ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് ദാറ്റ് പ്രൊഡ്യൂസസ് എ yield that is proportionate to risk assumed over some future investment period. നമ്മൾ അക്കോർഡിംഗ് ടു എഫ് ആംബ്ലിങ്ങിൻ്റെ അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ പ്രകാരം അദ്ദേഹം പറയുന്നത് പർച്ചേസ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റുകൾ പർച്ചേസ് ചെയ്യാണ് ദാറ്റ് പ്രൊഡ്യൂസസ് എ ഈൽഡ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ പറയുന്ന മറ്റൊരു വേർഡാണ് ഈൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അതിൽ നിന്ന് ഒരു ഈൽഡ് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു ഫിനാൻഷ്യൽ അസറ്റ് പർച്ചേസ് ചെയ്യാണ്. ഈസ് ദാറ്റ് പ്രൊപ്പോർഷനേറ്റ് ടു ദി റിസ്ക് അസ്യൂംഡ് ഓവർ എ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് പീരീഡ്. നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഈൽഡ് എന്ന് പറയുന്നത് അത് എന്തിൻ്റെ പ്രൊപ്പോർഷനിലായിരിക്കും ചോദിച്ചാൽ നമ്മൾ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ അടങ്ങിയിട്ടുള്ള റിസ്ക്കും അതേപോലെ തന്നെ അത് എത്ര പീരീഡിലേക്കാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു പീരീഡും ഇതൊക്കെ കണക്കാക്കിക്കൊണ്ടായിരിക്കും അതിൽ നിന്ന് കിട്ടുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ പ്രകാരം അദ്ദേഹം പറയുന്നത് ഫിനാൻഷ്യൽ അസറ്റ് പർച്ചേസ് ചെയ്യും, അത് പ്രൊഡ്യൂസ് ചെയ്യും, ഒരു ഈൽഡ് ഒരു റിട്ടേൺ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളവിടെ ഫിനാൻഷ്യൽ അസറ്റ് പർച്ചേസ് ചെയ്യുന്നത്. അങ്ങനെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അവിടെ ഒരു ഈൽഡ് കിട്ടും. ആ ഈൽഡ് കിട്ടുന്നത് പ്രപ്പോർഷൻ ടു ദി റിസ്ക് അസ്യൂംഡ് ഓവർ സം ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് പീരീഡ്. നമ്മൾ എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് പീരീഡിൽ അല്ലെങ്കിൽ എത്ര
പീരീഡിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, അതേപോലെ തന്നെ അതിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള റിസ്ക്, ഇതിൻ്റെയൊക്കെ പ്രപ്പോർഷനായിട്ട് ആയിരിക്കും എന്ത് ചെയ്യുക നമുക്ക് കിട്ടുന്ന ഈൽഡ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ അവിടെ വരുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെയാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് റിട്ടേൺ ആണ്. റിട്ടേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ഇൻവെസ്റ്റേഴ്സും അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്തായിരിക്കും? റിട്ടേൺ തന്നെയായിരിക്കും. നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് മോസ്റ്റ് നമ്മൾ അതിൻ്റെ എയിമായിട്ട് വെക്കുക, ഒബ്ജക്റ്റ് സെറ്റ് ചെയ്യുക, നമുക്ക് അതിൽ നിന്ന് റിട്ടേൺ കിട്ടണം എന്നുള്ള ഒരു രീതിയിലായിരിക്കും എന്ത് ചെയ്യുക നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഇൻവെസ്റ്റർ ബൈ ഓർ സെൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ഇൻ ഓർഡർ ടു ഏൺ റിട്ടേൺ ഓർ റിട്ടേൺ ഓൺ ദം. അത് നമ്മളൊരു ഏതെങ്കിലും ഒരു വ്യക്തി അയാൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അയാൾ എന്ത് ചെയ്യും? ഫിനാൻഷ്യൽ അസറ്റുകൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ബൈ ചെയ്യും അല്ലെങ്കിൽ സെയിൽ ചെയ്യും. ഫിനാൻഷ്യൽ അസറ്റ് ബൈ ചെയ്യും സെയിലും ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ അവിടെ റിട്ടേൺ ഉണ്ടായിരിക്കുള്ളൂ. അങ്ങനെ അയാൾ വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്നത് അയാൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അയാൾക്ക് റിട്ടേൺ കിട്ടണമെന്ന് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും. ഈ റിട്ടേൺ എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റർക്ക് കിട്ടുന്ന റിവാർഡിനെയാണ് നമ്മൾ റിട്ടേൺ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനൊരു ഷെയർ പർച്ചേസ് ചെയ്തു 100 രൂപക്കായിരുന്നു. ആ ഒരു ഷെയർ ഞാനൊരു 120 രൂപക്ക് എന്ത് ചെയ്യുകയാണ്? വിൽക്കുകയാണ്. ആ വിൽക്കുമ്പോൾ എനിക്ക് അവിടെ ഒരു റിവാർഡ് കിട്ടുന്നുണ്ട്. ആ റിവാർഡിനെയാണ് നമ്മൾ റിട്ടേൺ എന്ന് പറയുന്നത്. ഒരു 20 രൂപയുടെ റിവാർഡ് കിട്ടുന്നത്. ഞാൻ 100 രൂപക്ക് വാങ്ങിയ സാധനം ഞാൻ 120 രൂപക്ക് വിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കൊരു അഡീഷണൽ ആയിട്ടുള്ള 20 രൂപ കിട്ടുന്നുണ്ട്. ആ 20 രൂപ എൻ്റെ റിവാർഡാണ് അല്ലെങ്കിൽ എൻ്റെ റിട്ടേൺ ആണ്. ഓക്കെ, അപ്പോൾ ഒരു ഇൻവെസ്റ്റർക്ക് കിട്ടുന്ന റിവാർഡിനെയാണ് നമ്മൾ റിട്ടേൺ എന്ന് പറയുന്നത്. റിട്ടേൺ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുള്ള റിട്ടേണുകൾ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ഒരു ഷെയറിൽ അല്ലെങ്കിൽ ഡിബെഞ്ചറിൽ അല്ലെങ്കിൽ ഒരു ബോണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഷെയർ നമ്മൾ ഒരു വർഷം ഹോൾഡ് ചെയ്താൽ അല്ലെങ്കിൽ അതിൻ്റെ ഡിവിഡൻഡ് പീരീഡ് ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും? അതിൻ്റെ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അവർ നമുക്ക് ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ആ ഒരു ഡിവിഡൻഡ് ഷെയറിൽ നിന്ന് കിട്ടുന്നുണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ ഷെയർ പർച്ചേസ് ചെയ്ത വിലയും അതേപോലെ തന്നെ അത് സെയിൽ ചെയ്ത വിലയും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടാവും. അതിനാണ് നമ്മൾ ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. 100 രൂപക്ക് വാങ്ങിയ സാധനം ഒരു 110 രൂപക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആയിട്ട് ഒരു 10 രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെയുള്ള നമ്മുടെ റിട്ടേൺ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള ഡിവിഡൻഡ്, ആ ഒരു ഡിവിഡൻഡും പ്ലസ് എന്തായിരിക്കും നമുക്ക് കിട്ടിയിട്ടുള്ള ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആയിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണ്, ഒരു ഷെയർ വാങ്ങിയിട്ടുള്ള 100 രൂപക്കാണ്. അങ്ങനെ 100 രൂപക്ക് വാങ്ങി നമ്മളൊരു വർഷത്തോളം ആ ഷെയർ ഹോൾഡ് ചെയ്തു. ആ ഷെയർ ഹോൾഡ് ചെയ്ത പ്രകാരം എന്ത് ചെയ്തു? അതിൽ നിന്ന് ഒരു 8 രൂപ നമുക്ക് ഡിവിഡൻഡായിട്ട് കിട്ടി. ദെൻ നമ്മൾ ആ ഒരു വർഷത്തിന് ശേഷം എന്ത് ചെയ്യണം? ഡിവിഡൻഡ് കിട്ടിയതിന് ശേഷം ആ ഷെയർ വിൽക്കുകയാണ്. ഷെയർ വിറ്റപ്പോൾ നമുക്ക് 120 രൂപ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഷെയർ വാങ്ങിയിട്ടുണ്ടായിരുന്നത് 100 രൂപക്കാണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഫസ്റ്റ് നമുക്കതിൽ നിന്ന് ഡിവിഡൻഡ് കിട്ടി. അപ്പോൾ 8 രൂപ അത് നമ്മുടെ റിട്ടേൺ തന്നെയാണ്. ദെൻ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഈ ഷെയർ വിൽക്കുകയാണ്. ഷെയർ വിൽക്കുന്നത് 120 രൂപക്കാണ്. അപ്പോൾ ഒരു എക്സ്ട്രാ 20 രൂപ കൂടി കിട്ടി. അപ്പോൾ ഈ 8 രൂപയും പ്ലസ് 20 ടോട്ടൽ 28 രൂപയാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള റിട്ടേൺ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ റിട്ടേൺ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ഈൽഡുമാണ്, ദെൻ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആണ്. അത് എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റിനും ഇതേപോലെ ഈൽഡും അതേപോലെ ക്യാപിറ്റൽ അപ്രീസിയേഷനും ഉണ്ടായില്ല. അപ്പോൾ നമ്മളൊരു റിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക അല്ലെങ്കിൽ ഒരു റിയൽ എസ്റ്റേറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണ്. റിയൽ എസ്റ്റേറ്റിൽ ഒരു സ്ഥലം നമ്മൾ 10 ലക്ഷം രൂപക്ക് വാങ്ങിയിടുകയാണ്. ആ ഒരു 10 ലക്ഷം രൂപക്ക് നമ്മൾ വാങ്ങിയിട്ടാണെങ്കിൽ ആ സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് ഈൽഡ് കിട്ടുള്ളൂ. അതായത് ഇപ്പോൾ നമ്മളൊരു തോട്ടം വാങ്ങിയിട്ട് അതിൽ ഒരുപാട് തെങ്ങുകൾ ഉണ്ടായിരുന്നു. തെങ്ങുകൾ നമുക്ക് സ്വാഭാവികമായിട്ട് തേങ്ങ കിട്ടും. അത് നമുക്ക് എന്ത് ചെയ്യാം? മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റ് കഴിഞ്ഞാൽ അതിനെ ഈൽഡ് എന്ന് പറയും. ഇപ്പോൾ നമ്മളൊരു ഒഴിഞ്ഞ അല്ലെങ്കിൽ ഒരു നിരന്ന ഒരു ഗ്രൗണ്ട് പോലെയുള്ള ഒരു സ്ഥലമാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. ആ സ്ഥലം വാങ്ങി അതൊരു 10 ലക്ഷം രൂപക്ക് വാങ്ങി ഒരു 2-3 വർഷത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? അതൊരു 15 ലക്ഷം രൂപക്ക് നമ്മൾ വിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു 3 വർഷം അതിൽ നിന്ന് ഒന്നും കിട്ടിയിട്ടില്ല. കാരണം എന്തില്ല, അവിടെ ആ ഒരു സ്ഥലത്ത് വേറെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. സോ അത് അത്രയും കാലം എന്ത് ചെയ്തു? ഒരു റിട്ടേണും ഇല്ലാതെ കിടക്കായിരുന്നു. ഒരു 2-3 വർഷത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? 15 ലക്ഷം രൂപക്ക് വിൽക്കുകയാണ്. അപ്പോൾ അവിടെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റിനും ഇതേപോലെ തന്നെ ഈൽഡും ക്യാപിറ്റൽ അപ്രീസിയേഷനും ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ അവിടെ എന്തുണ്ട്? ക്യാപിറ്റൽ അപ്രീസിയേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു സ്ഥലം വിൽക്കുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ അപ്രീസിയേഷൻ, ഈൽഡ് കിട്ടിയിട്ടില്ലെങ്കിൽ ക്യാപിറ്റൽ അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റിട്ടേൺ എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റർക്ക് കിട്ടുന്ന റിവാർഡിനെയാണ് നമ്മൾ സിമ്പിളായിട്ട് റിട്ടേൺ എന്ന് പറയുന്നത്. രണ്ടാമത്തെ റിസ്ക് ആണ്. റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ എമൗണ്ടും അതേപോലെ തന്നെ
നമുക്ക് അതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന റിട്ടേണും കിട്ടണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഈ ഒരു നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിട്ടേൺ കിട്ടാതിരിക്കുന്നതിനാണ് നമ്മൾ അതിൻ്റെ റിസ്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനൊരു 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു, ഓരോ വർഷവും ഞാൻ അതിൽ നിന്ന് 1 ലക്ഷം രൂപ റിട്ടേൺ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ എനിക്ക് അവിടെ ഞാൻ പ്രതീക്ഷിച്ച അത്ര റിട്ടേൺ കിട്ടുന്നില്ല. അപ്പോൾ ആ ഒരു കേസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ആ ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഞാൻ പ്രതീക്ഷിച്ച റിട്ടേൺ കിട്ടിയില്ലെങ്കിൽ എനിക്ക് അവിടെ റിസ്ക് ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെ പറയാം. ഓക്കെ, റിസ്ക് നമ്മൾ സിമ്പിളായിട്ട് പറയാം, റിസ്ക് ഈസ് ദ പോസിബിലിറ്റി ഓഫ് ലോസ്. നഷ്ടം വരാനുള്ള സാധ്യതയാണ് നമ്മൾ സാധാരണയായിക്കൊണ്ട് റിസ്ക് എന്ന് പറയുന്നത്. റിസ്ക് ഈസ് ഇൻഹെറൻറ്റ് ടു എനി ഇൻവെസ്റ്റ്മെൻറ്റ്. എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകളിലും എന്താണ്, റിസ്ക് ഇൻവോൾവ്ഡ് ആണ്. പക്ഷേ ചില ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ റിസ്ക് ഫ്രീ ഇൻവെസ്റ്റ്മെൻറ്റുകൾ എന്ന് പറയാറുണ്ട്. ഇപ്പോൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലത്ര വലിയ റിസ്ക് ഇൻവോൾവ്ഡ് അല്ല. നമ്മൾ എങ്കിലും ചിലപ്പോൾ ആ ഒരു ബാങ്ക് പിന്നെ പൂട്ടി പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് നഷ്ടപ്പെട്ടു പോവുക, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പണം നമുക്ക് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റിലും എന്തുണ്ട്, റിസ്ക് ഉണ്ട്. പക്ഷേ ചില ഇൻവെസ്റ്റ്മെൻറ്റുകൾ വളരെ റിസ്ക് ഫ്രീ ആയിരിക്കും, അല്ലെങ്കിൽ റിസ്ക് കുറവുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ. ഇപ്പോൾ ബാങ്ക് ഇൻവെസ്റ്റ്മെൻറ്റ്, അതേപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിലൊക്കെ എന്ത് ചെയ്യാണ്, റിസ്ക് കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് ഫ്രീ ഇൻവെസ്റ്റ്മെൻറ്റുകൾ എന്ന് വിളിക്കാം. പക്ഷെ അതിലും റിസ്ക് ഇൻവോൾവ്ഡ് തന്നെയാണ്. ഇറ്റ് ഈസ് എ ഡിഗ്രി ഓഫ് അൺസർട്ടനിറ്റി അബൌട്ട് ദ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു അൺസർട്ടനിറ്റി ഉണ്ടാവും, അതിൽ നിന്ന് റിട്ടേൺ കിട്ടുമോ ഇല്ലേ എന്നുള്ളൊരു അൺസർട്ടനിറ്റി ഉണ്ടാവും. ആ ഒരു അൺസർട്ടനിറ്റിയാണ് നമ്മൾ റിസ്ക് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ്, ഞാനിപ്പോൾ ഒരു സ്ഥലം വാങ്ങിയിട്ടുണ്ട്, ഇപ്പോൾ അല്ലെങ്കിൽ പിന്നെ കുറച്ച് ഗോൾഡ് വാങ്ങിയിടുകയാണ്. ഗോൾഡ് വാങ്ങിയിടുമ്പോൾ ഒരു 40,000 രൂപക്കാണ് ഇപ്പോൾ ഗോൾഡ് വാങ്ങിയിടുന്നത്. ആ ഗോൾഡ് വാങ്ങിയിടുമ്പോൾ എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു 2 മാസം കഴിയുമ്പോൾ ഗോൾഡിന് ഒരു 45,000 രൂപയാവും. ആ സമയത്ത് വിൽക്കാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, അത് വാങ്ങിക്കുന്നത്. പക്ഷേ അവിടെ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. ആ ഒരു ഗോൾഡിന് 45,000 ആകുന്നതിന് പകരം 35,000 ആയി കഴിഞ്ഞാൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എൻ്റെ ഓരോ പവനും എന്ത് ചെയ്യും, 5,000 രൂപ വെച്ചിട്ട് നഷ്ടം വരും. ഓക്കെ, അപ്പോൾ അവിടെ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. ആ ഒരു അൺസർട്ടനിറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിസ്ക് എന്ന് വിളിക്കുന്നത്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് കിട്ടുമെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് നമുക്ക് സ്വാഭാവികമായിട്ടും ബാങ്ക് എന്ത് ചെയ്യും, വർഷാവർഷം അതിന് അവരെത്രയാണോ പെർസെൻറ്റേജ് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് കിട്ടും. അവിടെ നമുക്ക് ഇങ്ങനെ ഒരു പിന്നെ റിട്ടേൺ കിട്ടുമോ ഇല്ലേ എന്നുള്ള ആ ഒരു പിന്നെ പ്രശ്നം നമ്മുടെ മുമ്പിലില്ല, അല്ലെങ്കിൽ പിന്നെ റിട്ടേൺ കിട്ടാതിരിക്കുന്ന പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അതിന് റിസ്ക് ഫ്രീ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ പക്ഷേ ഗോൾഡിൽ അല്ലെങ്കിൽ നമ്മളൊരു ഷെയർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സമയത്തൊക്കെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്കതിൽ നിന്ന് റിട്ടേൺ കിട്ടുമോ എന്നുള്ളതില്ല, നമ്മുടെ മുമ്പിൽ അത് പിന്നെ അൺസർട്ടൈൻ ആണ്. സോ അതിന് റിസ്ക് കൂടുതലാണെന്ന് പറയാം. അപ്പോൾ റിസ്ക് കൂടുതലും കുറവും നമ്മൾ തീരുമാനിക്കുന്നത് അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ അത് അൺസർട്ടൈൻ ആണോ അല്ലെങ്കിൽ സെർട്ടൈൻ ആണോ എന്നുള്ളതിൻ്റെ ബേസിലാണ്. എത്രത്തോളം അൺസർട്ടൈനിറ്റി കൂടുന്നതിനനുസരിച്ച് റിസ്ക് കൂടും എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവിടെ മനസ്സിലാക്കേണ്ടത്. ഇറ്റ് ഈസ് ആൾസോ ഇൻക്ലൂഡ് ദാറ്റ് സം ഓർ ആൾ ഇൻവെസ്റ്റ്മെൻറ്റ് മേ ബി ലോസ്റ്റ്. നമ്മളിപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പൽ എമൗണ്ട് മുഴുവനായിട്ട് നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന എമൗണ്ടിനെയാണ് പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത്. ചിലപ്പോൾ നമുക്ക് റിട്ടേൺ കിട്ടാതിരിക്കാൻ മാത്രമേ ചെയ്യുള്ളൂ. ചില സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് വരെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതകളുണ്ട്. അതിനൊക്കെയാണ് നമ്മൾ റിസ്ക് എന്ന് പറയുന്നത്. ദ റിസ്ക് വാരീസ് വിത്ത് ദി നേച്ചർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ രൂപം മാറുന്നതിനനുസരിച്ച് അതിൻ്റെ റിസ്ക്കും മാറുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഗോൾഡിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ പിന്നെ റിസ്ക് വളരെ കൂടുതലായിരിക്കും. കാരണം അതിൻ്റെ വില കൂടാം കുറയാം അങ്ങനെയുള്ളൊരു ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഷെയറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ഡിവിഡൻഡ് കിട്ടാതിരിക്കാം. പക്ഷെ നമ്മളൊരു ഡിബഞ്ചറിലാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ ഡിബഞ്ചറിൽ സ്വാഭാവികമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് ഇൻട്രസ്റ്റ് തരും. ഒരു നിശ്ചിത പീരീഡ് ആകുമ്പോൾ അവർ ഇൻട്രസ്റ്റ് തരും. അതേപോലെ തന്നെ ഒരു നിശ്ചിത പീരീഡ് കഴിയുന്ന സമയത്ത് അവർ ആ ഒരു എമൗണ്ട് എന്ത് ചെയ്യും, അത് നമുക്ക് തിരിച്ചു തരും. അപ്പോൾ അതിലെന്താണ്, റിസ്ക് കുറവാണ്. അപ്പോൾ നേച്ചർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മൾ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അതിൻ്റെ നേച്ചർ മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, അതിൻ്റെ റിസ്കിലും ചേഞ്ചസ് ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് സേഫ്റ്റിയാണ്. സേഫ്റ്റി നമ്മൾ 2 രീതിയിൽ പറയാറുണ്ട്. പക്ഷേ നമ്മൾ ഫിനാൻസ് ഔട്ട്ലുക്കിൽ മാത്രമേ നമ്മളിവിടെ സേഫ്റ്റി നോക്കുന്നുള്ളൂ. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ സേഫ്റ്റി എന്ന് പറയുന്നത് നമ്മൾ ബാങ്കിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താറുള്ളത് നമ്മുടെ കയ്യിലുള്ള പണം മറ്റുള്ളവർ തെഫ്റ്റോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നവരുണ്ട്. അത് നമ്മളൊരു പേഴ്സണൽ റിസ്ക് ആയിട്ട് അല്ലെങ്കിൽ ഒരു പേഴ്സണൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. പക്ഷേ ആ ഒരു രീതിയിലല്ല നമ്മൾ ഇവിടെ സേഫ്റ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
നമ്മൾ പണം കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ വാല്യൂ കുറഞ്ഞ് കുറഞ്ഞ് വരും. നമുക്കറിയാം, നമ്മൾ മുമ്പേ ഒരു 10 രൂപക്ക് വാങ്ങിയിരുന്ന സാധനം ഇന്ന് അതേ സാധനം നമുക്ക് ചിലപ്പോൾ 10 രൂപക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ ഇന്ന് നമുക്കൊരു 1,00,000 രൂപക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു സാധനം ഒരു 5 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സാധനം 1,00,000 രൂപക്ക് വാങ്ങാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതിന് അന്ന് ഒരു 1,50,000 രൂപയൊക്കെ അത്രത്തോളം കൊടുക്കേണ്ടി വരും. കാരണം അങ്ങനെ കൂടാനുള്ള കാരണം, അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് കൂടാനുള്ള കാരണം ഇൻഫ്ലേഷൻ തുടങ്ങിയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യും, അതിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യും. സോ നമുക്ക് അതിൻ്റെ നമ്മുടെ പർച്ചേസിങ് പവർ കുറയും. പർച്ചേസിങ് പവർ കുറയുക എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് 10 രൂപക്ക് വാങ്ങാൻ പറ്റുന്ന സാധനം ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു വർഷത്തിന് ശേഷം 10 രൂപക്ക് വാങ്ങാൻ പറ്റില്ല. അപ്പോൾ 10 രൂപയുടെ പർച്ചേസിങ് പവർ അവിടെ കുറയുകയാണ്. അപ്പോൾ ആ ഒരു പർച്ചേസിങ് പവർ കുറയും എന്ന് പേടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ വാല്യൂ ഡിഡക്ഷൻ ഉണ്ടാവും എന്ന് പേടിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ എന്ത് ചെയ്യും, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. ഇപ്പോൾ നമ്മൾ ബാങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഓരോ വർഷം അതിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടും. ഇപ്പോൾ 1,00,000 ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റത്തെ വർഷം അതിനൊരു 5% ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് തൊട്ടടുത്ത വർഷം 1,05,000 ആവും. അതിന് തൊട്ടടുത്ത വർഷം അത് 1,10,000 ആവും. അങ്ങനെ എന്ത് ചെയ്യും, അതിലേക്ക് ഇൻട്രസ്റ്റ് ആഡ് ചെയ്ത് വരും. അപ്പോൾ അതിൻ്റെ വാല്യൂ അവിടെ ഡിഡക്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പിന്നെ കുറയുന്നില്ല. ആ ഒരു പിന്നെ നമ്മുടെ പ്രൈസിൽ വരുന്ന ഇൻഫ്ലേഷൻ റേറ്റിൽ വരുന്ന ആ ഒരു ചേഞ്ചസിനനുസരിച്ച് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ വാല്യൂ ഡിഡക്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ അത് കുറഞ്ഞു പോവോ എന്ന് പേടിച്ചുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് നമ്മൾ സേഫ്റ്റി എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആയിക്കൊണ്ട് നമുക്ക് സേഫ്റ്റിയെ പറയും. സേഫ്റ്റി എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ: എവരി ഇൻവെസ്റ്റർ എക്സ്പെക്ട് ടു ഗെറ്റ് ബാക്ക് ഹിസ് ക്യാപിറ്റൽ ഓൺ മെച്യൂരിറ്റി വിത്തൗട്ട് ലോസ് വിത്തൗട്ട് ഡിലേ. നമ്മുടെ അതിൻ്റെ ഒരു മെച്യൂരിറ്റി പീരീഡ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യണം, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ച് കിട്ടണം, അതിൽ ഒരു നഷ്ടവും ഇല്ലാതെ. അതായത് അവരുടെ ക്യാപിറ്റലിൽ ഒരു നഷ്ടവും വരാതെ പിന്നെ അത് തിരിച്ചു കിട്ടണം എന്ന് പ്രതീക്ഷിക്കും. വിത്തൗട്ട് ലോസ് എന്നുള്ളതോട് ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ അതേ വാല്യൂവിൽ എന്ത് ചെയ്യണം, ഒരു 10 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു കിട്ടണം എന്നുള്ള ആ ഒരു രീതിയിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആളുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താറുണ്ട്. ദെൻ ലിക്വിഡിറ്റി ഓർ മാർക്കറ്റബിലിറ്റിയാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മൾ പ്രധാനമായിക്കൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ലിക്വിഡിറ്റി ഓർ മാർക്കറ്റബിലിറ്റി. നമ്മുടെ കയ്യിൽ ഒരുപാട് ഫണ്ട് അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ലിക്വിഡിറ്റിയും മാർക്കറ്റബിലിറ്റിയും നോക്കേണ്ട ആവശ്യമില്ല. ലിക്വിഡിറ്റി ഓർ മാർക്കറ്റബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഒരു ഫിനാൻഷ്യൽ അസറ്റ്, അതായത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടൊരു വസ്തു അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി, അത് എത്രത്തോളം ലിക്വിഡാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് എത്ര പെട്ടെന്ന് അതിനെ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, അതിനാണ് ലിക്വിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും പെട്ടെന്ന് നമുക്കത് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കതൊരു ലിക്വിഡ് ഫിനാൻഷ്യൽ അസറ്റാണെന്ന് പറയും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഗോൾഡിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അതൊരു ലിക്വിഡ് ഫിനാൻഷ്യൽ അസറ്റാണ്. കാരണം നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഗോൾഡ് നമ്മൾ പെട്ടെന്ന് എവിടെയെങ്കിലും ഒരു ഗോൾഡിൻ്റെ ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പെട്ടെന്ന് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്താൽ പറ്റും. പക്ഷേ അതേ സമയത്ത് നമ്മളൊരു റിയൽ എസ്റ്റേറ്റിൽ ഒരു സ്ഥലം വാങ്ങിയിട്ട് കൊണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ അത് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ഇപ്പോൾ നമുക്ക് അതിൽ നിന്ന് ക്യാഷ്, അല്ലെങ്കിൽ അത് മാറ്റിയിട്ട് ക്യാഷാക്കി മാറ്റണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്യാഷാക്കി മാറ്റാൻ പറ്റില്ല. അതേപോലെ തന്നെ ഈ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അതൊരു ലിക്വിഡ് ഫിനാൻഷ്യൽ അസറ്റാണ്. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, അത് വിഡ്രോ ചെയ്യാം. സോ അതൊരു ലിക്വിഡാണ്. അപ്പോൾ ലിക്വിഡിറ്റി അല്ലെങ്കിൽ മാർക്കറ്റബിലിറ്റിയും ലിക്വിഡിറ്റിയുടെ മറ്റൊരു ടേമാണ് മാർക്കറ്റബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ എത്ര പെട്ടെന്ന് അതിനെ ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ അതിനെയാണ് നമ്മൾ ഒരു അസറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലിക്വിഡിറ്റി കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കയ്യിൽ ഒരുപാട് ഫണ്ട് അവൈലബിൾ ആണെങ്കിൽ നമ്മൾ അത് ലിക്വിഡിറ്റി നോക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് പെട്ടെന്ന് ക്യാഷിന് ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്താൽ മതി, നമ്മുടെ കയ്യിലുള്ള ഫണ്ട് യൂസ് ചെയ്താൽ മതി. പക്ഷേ അതേ സമയത്ത് നമ്മുടെ കയ്യിൽ മറ്റ് ഫണ്ടുകളൊന്നും ഇല്ല, നമ്മുടെ കയ്യിൽ നിലവിലുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിൻ്റെ ലിക്വിഡിറ്റി മാർക്കറ്റബിലിറ്റി നോക്കേണ്ടി വരും. കാരണം നമുക്ക് പെട്ടെന്ന് ഒരു ഫിനാൻസിന് ആവശ്യമായി അല്ലെങ്കിൽ ഫണ്ടിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ പെട്ടെന്ന് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ക്യാഷ് അല്ലെങ്കിൽ ആ ഒരു ഫണ്ട് ഉപയോഗപ്പെടുത്തേണ്ടി വരും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ കയ്യിലുള്ള ക്യാഷ് മുഴുവനായിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ലിക്വിഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ അസറ്റുകളിലായിരിക്കണം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടത് എന്നുള്ളതാണ്. നെക്സ്റ്റ്, അത് സ്റ്റേബിലിറ്റി ഓഫ് ഇൻകം. ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ദെയർ ക്യാപിറ്റൽ വിത്ത് ഹൈ എക്സ്പെക്ടേഷൻ ഓഫ് ഇൻകം. കൂടുതൽ ആളുകളും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു. പല രീതിയിലുള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ചില ഇൻവെസ്റ്റേഴ്സ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം, ചില ഇൻവെസ്റ്റേഴ്സ് ഇൻകത്തിന് വേണ്ടിയിട്ട്. കുറേ ആളുകൾ ഇപ്പോൾ ഈ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ അവരൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്ന് പറഞ്ഞാൽ അവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അതിൽ നിന്ന് സ്റ്റേബിൾ ആയിട്ടുള്ള റിട്ടേൺ. അവർ
ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പിന്നെ സ്ഥാപനത്തിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതിൽ നിന്നൊരു സ്റ്റേബിൾ റിട്ടേൺ കിട്ടണം എന്നുള്ള പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും. അങ്ങനെ സ്റ്റേബിൾ റിട്ടേൺ കിട്ടി ആ ഒരു റിട്ടേൺ കൊണ്ട് മാത്രം ജീവിച്ചു പോകാം എന്നുള്ള രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ സ്റ്റെബിലിറ്റി ഓഫ് ഇൻകം നമുക്കൊരു പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഫ്യൂച്ചർ ആയിക്കൊണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആയിക്കൊണ്ട് പറയും. സോ റിട്ടേൺ ഓൺ ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ് ഷുഡ് ബി ആഡിക്വേറ്റ് ഓർ സ്റ്റേബിൾ. ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് അയാൾക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ ഒരു 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് ഒരു വർഷം വെറും 1000 രൂപ മാത്രം കൊടുക്കുകയാണെങ്കിൽ അതൊരു സ്റ്റേബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ആഡിക്വേറ്റ് ആയിട്ടുള്ള റിട്ടേൺ ആണ്, അല്ലെങ്കിൽ ഇൻകം ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് അറ്റ്ലീസ്റ്റ് ഒരു വർഷം ഒരു 1 lakh or 2 lakh ഒക്കെ അതിൽ നിന്ന് റിട്ടേൺ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ആഡിക്വേറ്റ് ആയിട്ടുള്ള റിട്ടേൺ കിട്ടുന്നുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നമുക്ക് അതിൽ നിന്ന് സ്റ്റേബിൾ ആയിട്ടുള്ള, സ്ഥിരമായിട്ടുള്ള, അതേപോലെ തന്നെ ആഡിക്വേറ്റ് ആയിട്ടുള്ള റിട്ടേൺ കിട്ടണം, അല്ലെങ്കിൽ ഇൻകം കിട്ടണം. അത് അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാം. അതേപോലെ തന്നെ ടാക്സ് കൺസിഡറേഷൻ. എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകൾക്കും ടാക്സ് കൺസിഡറേഷൻ ഇല്ല, പക്ഷേ ചില ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് ഗവൺമെൻറ് ടാക്സ് ഷീൽഡ് അല്ലെങ്കിൽ ടാക്സ് കൺസിഡറേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും ഒരു കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റും. അതായത് നാഷണൽ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ നമ്മൾ നടത്തി കഴിഞ്ഞാൽ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര എമൗണ്ട് ആണ് അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അത് ഏത് തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാണെന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ടാക്സ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില സമയത്ത് ടാക്സ് എക്സംഷൻ അല്ലെങ്കിൽ ടാക്സ് കൺസിഡറേഷൻ കിട്ടും. ചില ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമുക്ക് ടാക്സ് കൺസിഡറേഷന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താറുണ്ട്. അപ്പോൾ അതും അത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞു, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മീനിങ് പറഞ്ഞു. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഫണ്ടിനെ എംപ്ലോയ് ചെയ്യാണ്, ഫ്യൂച്ചറിൽ ഒരു റിട്ടേൺ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അതിനെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വിളിക്കാം. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ പണം ഉണ്ടാക്കാം, അതിനെയും നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വിളിക്കാം. ഇൻവെസ്റ്റ്മെൻറ്റിന് 2 ഔട്ട്ലുക്കിലും, ഒന്ന് എക്കണോമിക് ഔട്ട്ലുക്കിലും അതേപോലെ തന്നെ ഫിനാൻസ് ഔട്ട്ലുക്കിലും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് കൊടുക്കുന്നുണ്ട്. എക്കണോമിക് ഔട്ട്ലുക്കിൽ നമ്മളൊരു ഗുഡ്സ് പർച്ചേസ് ചെയ്യുകയാണ്, എന്നിട്ട് എന്ത് ചെയ്യുക, അത് ഫ്യൂച്ചറിൽ നമ്മൾ മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്ത് അതിൽ നിന്ന് വെൽത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വിളിക്കാം. ഫിനാൻസിൻ്റെ ഔട്ട്ലുക്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു ഫിനാൻഷ്യൽ അസറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണ്. ഫിനാൻഷ്യൽ അസറ്റ് പർച്ചേസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, അത് നമ്മൾ സോൾഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ഫിനാൻഷ്യൽ അസറ്റിൽ നിന്ന് ഈൽഡ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ, അങ്ങനെ നമ്മൾ റിട്ടേൺ ഉണ്ടാക്കില്ല, അതിനെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വിളിക്കാം. പിന്നെ നമ്മൾ പറഞ്ഞൊരു ഡെഫിനിഷനാണ്, 2 ഡെഫിനിഷൻ പറഞ്ഞു. വില്യം ഇ ഷാർപ്പിൻ്റെ ഡെഫിനിഷനും പറഞ്ഞു, അതേപോലെ തന്നെ എഫ് ആംബ്ലിങ്ങിൻ്റെ ഡെഫിനിഷനും പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അതിൽ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള റിട്ടേൺ ആണ്. റിട്ടേൺ എന്ന് പറയുന്നത് ഏതൊരു ഇൻവെസ്റ്ററുടെയും റിവാർഡിന് നമുക്ക് റിട്ടേൺ എന്ന് വിളിക്കാം. റിസ്ക്, എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകളും റിസ്ക് ഇൻവോൾവ്ഡ് ആണ്, പക്ഷേ റിസ്ക് വാരീസ് വിത്ത് ദി നേച്ചർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ നേച്ചർ മാറുന്നതിനനുസരിച്ച് റിസ്ക്കും ചേഞ്ച് ചെയ്യും. അതായത് നെക്സ്റ്റ് പറഞ്ഞ സേഫ്റ്റിയാണ്. സേഫ്റ്റി എന്ന് പറയുന്നത് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ഒരു ലോസ്, വിത്തൗട്ട് ലോസ്, അതിൻ്റെ വാല്യൂവിൽ ലോസ് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ സേഫ്റ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ലിക്വിഡിറ്റി ഓർ മാർക്കറ്റബിലിറ്റിയാണ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് എത്രയും പെട്ടെന്ന് കൺവേർട്ട് ചെയ്തുകൊണ്ട് അത് ക്യാഷാക്കി മാറ്റാൻ പറ്റുന്നതിനാണ് ലിക്വിഡിറ്റി ഓർ മാർക്കറ്റബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ സ്റ്റെബിലിറ്റി ഓഫ് ഇൻകം. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് സ്റ്റേബിൾ ആയിട്ടുള്ള ആഡിക്വേറ്റ് ആയിട്ടുള്ള ഇൻകം കിട്ടണം. അതേപോലെ ലാസ്റ്റ് പറഞ്ഞ ടാക്സ് കൺസിഡറേഷൻ. ദർ ആർ സെർട്ടൻ ഇൻവെസ്റ്റ്മെൻറ്റ് വിച്ച് പ്രൊവൈഡ്സ് ടാക്സ് എക്സംഷൻ ടു ദി ഇൻവെസ്റ്റേഴ്സ്. ചില ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ടാക്സ് എക്സംഷൻ കിട്ടും, അല്ലെങ്കിൽ ടാക്സ് ഷീൽഡ് നമുക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ഒരുപാട് നാഷണൽ സെക്യൂരിറ്റിയിൽ ഒക്കെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ, NSE തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് അതിൻ്റെ മുകളിൽ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോക്കകത്ത് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അതിൽ പറയുന്നത് ജനറലി ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 ഫോംസ്, നെയിംലി റിയൽ ഇൻവെസ്റ്റ്മെൻറ്റ്, നോൺ സെക്യൂരിറ്റൈസ്ഡ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇങ്ങനെ 3 ആയിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.